ഹായ്! ഇന്ന് നമുക്കൊരു ടെക്സ്ചർ ആർട്ട് ചെയ്യാം. ഇത് ചെയ്യാൻ വേണ്ടി ഈ കാർഡ്ബോർഡ്, ഈ ന്യൂസ് പേപ്പർ മാത്രം മതി നമുക്ക്. പിന്നെ കുറച്ച് അക്രിലിക് പെയിന്റ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ന്യൂസ് പേപ്പർ ആദ്യമേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇത് കുറച്ച് വാട്ടറിൽ സോക്ക് ചെയ്യാൻ വെക്കണം. ഞാൻ എളുപ്പപ്പണിക്ക് ഇതൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പം ഇത് നമ്മുടെ കറക്റ്റ് ടെക്സ്ചർ ആർട്ടിൻ്റെ ഫോമിൽ കിട്ടും. ഇനി നമുക്കിതിലെ എക്സസ് ആയിട്ടുള്ള വാട്ടർ റിമൂവ് ചെയ്തെടുക്കാം. ഈ കാർഡ്ബോർഡ് പീസസ് ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഞാനിവിടെ 3 കാർഡ്ബോർഡ് പീസസ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്നിലും ആഡ് ചെയ്യേണ്ട കളേഴ്സ് നമുക്ക് മേക്ക് ചെയ്തെടുക്കാം. ആദ്യമേ കുറച്ച് നമ്മുടെ ആ പേപ്പറിൻ്റെ മിക്സ് എടുത്ത് ഒരു ബൗളിൽ എഴുതണം. ഇനി അതിനകത്തോട്ട് നമ്മുടെ വൈറ്റ് ഗ്ലൂ ആഡ് ചെയ്യാം. വൈറ്റ് ഗ്ലൂ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലൂ ആണോ അത് ആഡ് ചെയ്താലും മതി. ഗ്ലൂ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലൂ കളർ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. കാരണം ഈവിളയുടെ ആദ്യത്തെ ഒരു ലെയറാണ് ബ്ലൂ. അപ്പം നമുക്ക് ആദ്യം തന്നെ ബ്ലൂ പ്രിപ്പയർ ചെയ്തിട്ട് ഈ കാർഡ്ബോർഡ് പീസിലും കുറച്ച് ഗ്ലൂ തേച്ച് വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ടെക്സ്ചർ നമുക്ക് അതിനകത്തോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കത്രിക വെച്ച് ആക്കിയിട്ട് ശരിയാകാത്തതുകൊണ്ട് കൈ ഉപയോഗിച്ചാണ് ഫില്ല് ചെയ്തത്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ടുള്ള വൈറ്റ് മേക്ക് ചെയ്തെടുക്കാം. വൈറ്റിൻ്റെ പോർഷൻ ആയപ്പോഴത്തേക്കും എൻ്റെ കയ്യിലുള്ള വൈറ്റ് ഗ്ലൂ തീർന്നു പോയിട്ട് ഞാൻ സാധാരണ ഗ്ലൂവിലാണ് ചെയ്തത്. നേരത്തെ ബ്ലൂ മേക്ക് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ വൈറ്റ് പോർഷനും മേക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത പേപ്പറിൻ്റെ മിക്സ്ചറിനകത്തോട്ട് ഗ്ലൂവും ആഡ് ചെയ്ത് കൊടുക്കും, നമ്മുടെ വൈറ്റ് പെയിൻറ്റും ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ ആ കാർഡ്ബോർഡ് പീസിൽ അടുത്ത ലെയർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മളിവിടെ ഇത് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റേ ആ ബ്ലൂ പോർഷനിലോട്ട് ഒരിക്കലും വൈറ്റ് കയറി പോകരുത്. അതിപ്പം കുറച്ച് ക്ഷമയോടെ ഇരുന്ന് ചെയ്താൽ മതി. അപ്പം നമ്മൾ ബ്ലൂ പോർഷൻ കഴിയുമ്പോഴത്തേക്ക് അടുത്ത് വരുന്ന പോർഷനാണ് സ്കൈ ബ്ലൂ. ഈ സ്കൈ ബ്ലൂ മേക്ക് ചെയ്തെടുക്കാൻ നമ്മൾ ആ വൈറ്റ് പോർഷൻ ഉണ്ടാക്കത്തില്ലേ, അത് ഇച്ചിരി അധികം എടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് കുറേശ്ശെ ബ്ലൂ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്കൈ ബ്ലൂ കളർ കിട്ടും. അപ്പം അങ്ങനെ വേണേൽ നമുക്ക് ഇതിങ്ങനെ മേക്ക് ചെയ്തെടുക്കാം. ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം നല്ലതുപോലെ. ഈ സ്കൈ ബ്ലൂയുടെ ലെയറും കൂടി കഴിഞ്ഞാൽ വരുന്ന അടുത്ത പോർഷനാണ് ബ്ലാക്കിൻ്റെത്. ബ്ലാക്കും കൂടി സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈവിളായി ഫിനിഷായി. എൻ്റെ ബ്ലാക്കിന് ഇച്ചിരി കളർ കുറവാ, കാരണം എൻ്റെ ബ്ലാക്ക് ഈ പോർഷൻ എത്തിയപ്പോഴത്തേക്ക് തീർന്നുപോയി പെയിൻറ്റ്. അപ്പോൾ ഇത് ഒരു ക്യൂട്ടായിട്ടുള്ള വാൾ ഡെക്കോറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ.